ഞാൻ പറഞ്ഞുതരാം, അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. അതായത് ആ വീട്ടില് എനിക്കൊരു ഗെയിം, ബാക്കി 18 പേർക്ക് ഒരു ഗെയിം. ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട്. ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേൾക്കും കാണും. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു മൈൻഡ് ഗെയിം പ്ലാൻ ചെയ്യണ്ടേ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ജാസ്മിന് ഫേവർ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായമില്ല. നാട്ടുകാരാണെന്ന പരിപാടിയല്ലേ ബ്രോ. ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടും, വേറെ കേട്ടില്ല. എങ്കിലും ലായത്തിലൊരു എപ്പിസോഡിൽ ജാസ്മിനെ പറയുന്നത് നിങ്ങൾക്ക് തോന്നിയോ? തോന്നി. അല്ല, ഈ സിബിച്ചേട്ടൻ കാണിച്ചു എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ആരും പ്രേക്ഷകർ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് പറയാൻ അത് BCCI റൂൾ ഉണ്ടെന്ന് ഞാൻ കാണിച്ചേക്കാം. ഞാൻ അതിനകത്ത് ചെയ്തതിന്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു. എനിക്ക് എന്താ പറയാ, ഊളയെന്നോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാനോടാ. എന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ്. അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. ഈ സ്വന്തമായിട്ട് തീരുമാനം എടുക്കില്ലെന്ന് പറയുമ്പോൾ തന്നെ വാക്കൗട്ട് ചെയ്തത് എങ്ങനെയാണ്? വാക്കൗട്ട് എന്ന് എനിക്കറിയില്ല. അതെങ്ങനെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അതായത് ഡോക്ടറിന്റെ ഡോക്ടർ നിർദ്ദേശം. അങ്ങനൊരു പ്രശ്നമില്ല നിങ്ങൾക്ക് തോന്നുന്നു. അപ്പൊ ഇതിന്റെ ക്രെഡിബിലിറ്റി പോകില്ല കേട്ടാ. ഈ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് ഇതിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ല ഈ സംഭവം. ഞാൻ പറയട്ടെ, എനിക്കൊരു അഭിപ്രായമില്ല. ശരി തെറ്റുകളില്ല, റേറ്റിംഗ്. ചേട്ടൻ ഈ സത്യമായ എന്താണ് ആരോഗ്യ പ്രശ്നമില്ല എന്ന് പറയുകയും നമ്മള് നമ്മുടെ ഫാമിലിനെ ഞാൻ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ധാരണയുണ്ട് ബ്രോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇപ്പം വാക്കൗട്ട് ചെയ്തു ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാണെന്ന് പറയുന്ന അർത്ഥത്തില് ഞാൻ കരയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ. ഞാൻ വിഷമം വന്ന മനുഷ്യർ കരയും. അപ്പൊ നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്കൊരു റീഫ്രഷ് റീസെറ്റ് എന്നുള്ളൊരു ആവശ്യമുണ്ട്. ആ റീഫ്രഷ് റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായി. സ്വാഭാവികമായിട്ടും കൺഫെഷൻ റൂമാണെങ്കിലും ഏതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ്. അപ്പൊ എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഗെയിമർ ഗെയിം ചേട്ടൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ വാക്കൗട്ട് ചെയ്തതല്ല. അപ്പൊ ഒരു പ്രത്യേക ഒരു കണ്ടസ്റ്റിനെ അവർ വിന്നറാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ തോന്നുന്നുണ്ടോ? അഭിപ്രായമില്ല. അങ്ങനെ അഭിപ്രായമില്ല ബ്രോ. അങ്ങനെയൊന്നും പറ്റില്ല ബ്രോ. ഇത് വെള്ളരിക്കപ്പെട്ടോ. 100% സ്ക്രിപ്റ്റഡ് ഉണ്ട്. സ്ക്രിപ്റ്റഡ് അല്ലെന്ന് ഞാൻ പറഞ്ഞു. 100% സ്ക്രിപ്റ്റഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ കരഞ്ഞിട്ട് വരും. അല്ല, ഐ എം വെരി മച്ച് ഓവർവെൽഡ്. എന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ച് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. എന്താ പറയാ, സ്നേഹം മാത്രമല്ല വിളിക്കട്ടോ. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ കോടാനുകോടി നന്ദി. താങ്ക് യു സോ മച്ച് ഗൈസ്.